എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഹരിദ്വാറാണ് കേട്ടോ. ഹരിദ്വാർ നമ്മളിവിടെ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. നിങ്ങൾക്ക് വേറെ കാഴ്ച കാഴ്ചയാട്ടെ. ഇത് കണ്ടോ, ഫുള്ള് കൊത്തുപണിയായിട്ടൊരു സംഭവം. ഇത് ധർമ്മശാലയാണ്ടാണെന്ന് തോന്നുന്നത്. ഉണ്ടല്ലേ, ഫുള്ള് കൊത്തുപണിയൊക്കെ ആയിട്ടൊരു സംഭവമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേയൊക്കെ തടിയിലും അല്ലാതെയൊക്കെ ആയിട്ടുള്ള കൊത്തുപണികളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിനി ഇവിടെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് മാനസദേവി ടെമ്പിളാണ്. തൊട്ടടുത്താണ്. നമുക്ക് അങ്ങോട്ട് പോയി പോകാൻ. ഞാൻ ശരത്തേ ഉള്ളൂ. റമീസ് നമ്മളോട് ബൈ പറഞ്ഞിട്ട് അവൻ നേരെ ശ്രീനഗർ പിടിച്ചിട്ടുണ്ട്, ജമ്മുവിലേക്ക് പോകാനായിട്ട്. അപ്പോൾ റമീസ് എന്നിട്ട് ഇനി നമ്മുടെ ഷിയാസ്, അർജുൻ അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ ഹരിദ്വാർ കഴിഞ്ഞ് ഇന്ന് രാത്രി ഡൽഹി പിടിക്കും. എന്നിട്ട് ഡൽഹിയിൽ 2 സ്ഥലം കൂടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് പറ്റുന്നിടത്തൊക്കെ വിസിറ്റ് ചെയ്തിട്ട് രാത്രി നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ കാഴ്ചകളാണ്. നല്ല മഴക്കോളൊക്കെ ഉണ്ട്. ഇനി മഴ പെയ്താകെ സീനാകുമോയെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോകാം. ഇതിലാണ് കേട്ടോ അമ്പലത്തിലോട്ട് പോകുന്നത്. നമുക്ക് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് പോകാം. ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. ഇന്ന് നല്ല തിരക്കുണ്ട്. ഇനി എന്തെങ്കിലും വിശേഷാവസ്ഥയൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. അതൊക്കെ നല്ല തിരക്കുണ്ട്. ഉണ്ടല്ലോ, ഇവിടെ മൊത്തം ഷോപ്പുകളാണ് കേട്ടോ. ഉണ്ടെങ്കിൽ അമ്പലത്തിൽ കയറ്റണമെന്നൊക്കെ പറയും. 50 രൂപയ്ക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ കയറ്റണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ സാധനം മേടിച്ച് ദൈവത്തിനെ കാണണ്ട. എല്ലാവരും ഫുള്ള് കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ വന്നാലും നമ്മളെ വന്നെങ്കിൽ പൊതിയാണ്. ഇവിടെ കേബിൾ കാറുണ്ട്. അത് നോക്കാം. നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് വെക്കുവാണെങ്കിൽ കയറാം അല്ലേ, ഇല്ലെങ്കിൽ നടന്നു പോവാം. ഈ ഇടുങ്ങിയ വഴിയാണ് കേട്ടോ അമ്പലത്തിലോട്ട് കയറി പോകാനുള്ളത്. നമ്മളെ കൊണ്ട് ഇത് 2 വീടിപ്പിച്ചു കേട്ടോ. ഇതില്ലെങ്കിൽ അങ്ങോട്ട് കയറ്റി വിടത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ കയറി പോകുന്നത്. സ്റ്റെപ്പാണ് ഫുള്ള് കേട്ടോ. ശരിയാ, നമ്മളെ വിടത്തില്ല ആരും. എല്ലാരും പുറകെ അങ്ങ് നടക്കും. എന്തൊക്കെ കേബിൾ കാറ് പോകുന്നിടത്ത് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടേ, വെള്ളം പിടിക്കും. 120 രൂപ കൊടുത്താൽ നമുക്കും പോകാമായിരുന്നു. 120 അല്ല, 240 രൂപ. 240 രൂപയുടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലേ. നമുക്ക് നടന്ന് കയറാം, അതല്ലേ നല്ലത്. അതല്ലേ ഹീറോയിസം. ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ വാടകയ്ക്ക് സ്കൂട്ടിയൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ ഫുള്ള് കച്ചവടമേ ഉള്ളൂ. എല്ലാവരും എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാനുള്ള ശ്രമത്തില്ല. പിന്നെ കേബിൾ കാറ് പോകാം. നമ്മൾ മുകളിലേക്ക് കയറി പോവാം. അത്രേ ഉള്ളായിരുന്നു സ്റ്റെപ്പ്. ഇനിയല്ലാതെ വണ്ടി പോകുന്ന വഴിയാണ് കേട്ടോ. മുകളിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല വ്യൂ ഇട്ട് വരും. ഇവിടുത്തെ അമ്പലമൊക്കെ കാണാൻ ഒരു ചേലില്ല. ഇത് കണ്ടോ, CPM-ന്റെ ഓഫീസ് പോലെ ഫുള്ള് റെഡാക്കി. CPM-ന്റെ പാർട്ടി ഓഫീസ് ഫുള്ള് ചോപ്പ്. ഇവർ തന്നെ പറയുന്നുണ്ട് ഇവിടുത്തെ അമ്പലമൊന്നും ഒരു ചേലില്ല, നമ്മുടെ നാട്ടിലെ അമ്പലം തന്നെ ബെസ്റ്റ് എന്നൊക്കെ. ഹിന്ദിക്കാരെ പറഞ്ഞു നമ്മളടുത്ത്. അതെ അതെ, കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ കയറിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതാണ്. അതെ, വിൻ്റർ കഴിഞ്ഞോണ്ടായിരിക്കും മരമൊന്നും കാണാൻ ഒരു ഭംഗിയിൽ ഒരു പച്ചിപ്പില്ലല്ലേ. എല്ലാ ഇലയൊക്കെ പൊഴിഞ്ഞ് മിക്കാറും അതുകൊണ്ട് ഇങ്ങനെയുള്ളിടത്തേക്ക് വലിഞ്ഞു പിടിച്ച് കയറി വീണ് അപകടം ഉണ്ടാകാതിരിക്കാനായിരിക്കും ഇവർ വഴിയൊക്കെ അടച്ചത്. സോഡസർവത്ത് കുടിക്കണമെന്നുണ്ട്, പക്ഷേ അവരെ എല്ലാത്തിനും ഒരു പാസ്പാസിൻ്റെ ചോയ. നമുക്ക് ഒരു ലെമൺ സോഡ പിടിച്ച് പണി കിട്ടിയില്ല. ഒരു രാത്രി മൊത്തം അനുഭവിച്ച്. ഇവിടെ നിന്നും പകുതി മുക്കാൽ ആൾക്കാർ മാസ്ക് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. നമ്മളൊക്കെ ഉള്ളു. പിന്നെ സിറ്റിയിലെല്ലാം മിക്കുള്ളവരും വെച്ചിട്ടുണ്ട്, ഇല്ല ഈ തിരക്കുള്ളിടത്തൊക്കെ. ഇവിടെ അമ്പലങ്ങളിലെല്ലാം നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാണ്. കുംഭമേള നടക്കുന്നുണ്ട്. മിക്കുള്ളിടത്ത് മിലിറ്ററിക്കാരും ഉണ്ട്. CSO.
കുഴപ്പമില്ല, നമുക്ക് നടന്നേറാൻ ദൂരേ ഉള്ളൂ കേട്ടോ. കേദാർക്കന്തയും ശൃംഗനാഥും ഒക്കെ കയറിയാൽ നമുക്കിതെന്ത് അല്ലേടാ. ഇതിവിടെ നമ്മൾ ഏത് മലയാളം മണ്ട ചെന്നാലും കാണാൻ പറ്റുന്നൊരു സംഭവമല്ലേ, കല്ലടിക്ക് വെക്കുന്നത്. എന്ത് കഴിയുമ്പോൾ അവിടെ ആചാരമാണ്. ഇതിവിടെ എല്ലായിടത്തും കാണുന്നുണ്ട് കേട്ടോ. കല്ലവിടെയൊക്കെ കാണുന്നതെല്ലാം പറക്കി അടുക്കി വെക്കുന്നുണ്ട്. മഴയാർന്നല്ലോ, പണിയാവോ? മണ്ഡപമുണ്ട്. ഇല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ബൈക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം താഴ്ന്ന റെൻറ്റിനടുത്ത് കയറി പോകുന്നവരാന്ന് തോന്നുന്നു, സ്കൂട്ടർ. ആൾക്കാരൊക്കെ എന്തൊരു മടിയന്മാരായിപ്പോയല്ലേ. അല്ല, ഒന്നൊന്ന് ആൾക്കാരുണ്ടെങ്കിലും പിന്നെ തിരക്കുള്ളവരായിരിക്കും അല്ലേ. പെട്ടെന്ന് സ്കൂട്ടർ എടുത്ത് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കും. കണ്ടില്ലേ ഇവിടുന്ന് ഗംഗയൊക്കെ നിറഞ്ഞതോടും വീടുന്നു. ഇവിടുത്തെ സിറ്റികളിലെല്ലാം ഭയങ്കര പൊടിയാട്ടോ. അത് മാത്രമല്ല, ആവശ്യമില്ലാതെ എല്ലാവരെയും കൊണ്ടിട്ട് അങ്ങ് ഹോണടിക്കുക അല്ലേ. വണ്ടി വെറുതെ കൊണ്ടുവച്ച് അങ്ങ് ഹോണടി തന്നെ. ഇതിൽ കൂടെ ഒക്കെ നടക്കാൻ നമ്മുടെ ചെവി പോവും. ഗംഗ പറ്റിയുള്ളൂ വലിയ. ശരിയാ. അവിടെ മണൽപ്പരപ്പൊക്കെ എല്ലാം വെറുതെ കിടക്കുകയല്ലേ. ഇപ്പോഴത്തൂടെ വേർതിരിച്ചിട്ട് വെക്കുന്നിട്ട് നിറഞ്ഞു ഒഴുകുന്നുണ്ട്. അത് വൃത്തിയായിട്ട് കെട്ടി ഒതുക്കിയിട്ടുണ്ട്. അവിടേക്ക് ആയിരിക്കും ആൾക്കാരിറങ്ങി കുളിക്കുന്നത്. ഇപ്പം ഇവർ ഗംഗ മറ്റേ എന്താ ശുദ്ധീകരിക്കുന്നതിനെ പറ്റി കുറേ പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ വൃത്തിയുണ്ട് അല്ലേ. നല്ല വൃത്തിയുണ്ട്. കരയിൽ കൂടെ നടക്കാൻ ഋഷീഷ് കായൽ ഇവിടെ ആയാലും കരയൊക്കെ നല്ല വൃത്തിയാണ്. നേരത്തെ ഫുള്ള് ചപ്പും ചവറ് വരുന്നില്ലേ. നേരത്തെ ഗംഗയുടെ കര വന്നു കഴിഞ്ഞാൽ കഴുതകളും പുണ്യനദിയാന്ന് തോന്നുന്നില്ലായിരുന്നല്ലേ. കഴിഞ്ഞ വർഷം വന്നിട്ട് ഞാൻ കുളിക്കാതെ പോയി. പക്ഷെ നമ്മൾ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്ത അവിടെ ആണ് കേട്ടോ. അവിടെ ഭയങ്കര വൃത്തിയായിരുന്നു. അതിനകത്തൊക്കെ തൊടാതിരിക്കാനായിരിക്കും ആൾക്കാർ അതിനകത്ത് മുള്ളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കേരളത്തിരിക്കാനൊക്കെ. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ എവിടെ വലിഞ്ഞു കയറണമെന്ന് പറഞ്ഞാൽ ഇവിടെ ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 10 രൂപയ്ക്കൊക്കെ ഒരു റിയാക്ഷൻ കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾ ചോദിച്ചാൽ പറയും ഒറിജിനലാണ്. പക്ഷെ ഒറിജിനലൊന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമുക്ക് ഒറിജിനൽ നമുക്ക് നമ്മുടെ ആ ചേട്ടൻ തന്നില്ലേ. നമ്മളവിടുന്ന് ഇപ്പോൾ അവിടെ ഒരു മാലയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ പുള്ളിക്കാരൊരു 5-6 തന്നില്ലേ, 7 തന്നില്ലേ. 2 എടുത്തു. ഓ, അതോടെ ഞങ്ങൾക്ക് രുദ്രാക്ഷം അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടി കേട്ടോ. അത് കണ്ടിട്ട് ഒറിജിനൽ കണക്ക് തന്നെ ഇരിക്കുകയാണ്. അതും നമ്മളെ പറ്റിച്ചതെന്ന് അറിയത്തില്ല. എല്ലാം ബിസിനസ് ആയതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ പുള്ളിയെ കണ്ടിട്ട് ഇച്ചിരി ആത്മാർത്ഥമുള്ള ആളായിട്ടാണ് നമുക്ക് തോന്നിയത്. ഭയങ്കര സ്നേഹമായിരുന്നു. അതെ. കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ പ്രത്യേക സ്നേഹമായിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഉള്ളിടത്ത് നാട് ഇതിനൊക്കെ വിശ്രമിക്കാൻ മണ്ഡപങ്ങളുണ്ട് കേട്ടോ. അമ്പലത്തിലാണ് വന്നതെന്ന് ഒരു അമ്പലത്തില്ലാതെ സിഗരറ്റ് വിളിക്കുന്ന ആൾക്കാർ. അത് പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ, അമ്പലത്തിൽ വണ്ടിന്ന് വിളി. ഇന്നൊരു കാര്യമുണ്ട്, അവ സിഗരറ്റ് അടിക്കുന്ന, ബാക്കിയൊക്കെ കഞ്ചാവ് വലിക്കുന്ന. ഇവിടെയൊക്കെ അതൊക്കെ സുലഭമല്ലേ. നമ്മുടെ അവിടുത്തെ പോലെ ഒരു സീനും ഇവിടെ ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല അല്ലേ. ഫ്രീ, ടോട്ടലി ഫ്രീ. പാർട്ടി ഓഫീസെത്തി. ഇവിടെ എല്ലാം കലാപരമാണല്ലോ കാര്യങ്ങൾ. ഇവിടെ മറ്റേ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളൊന്നും കാണില്ല. അപ്പം നിർബന്ധമായിട്ട് നമ്മൾ കടയിൽ കയറി എന്തെങ്കിലും മേടിച്ചു പോകും. അതായത് അവർക്ക് ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ട, പക്ഷേ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. ഇവിടെ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് കയറുന്നത്. ഇനി നമ്മൾ ഷൂട്ട് ചെയ്യത്തില്ല, ഇനി പോയിട്ട് വന്നിട്ട് കാണാം. ശരത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ കയറിയിട്ട്? ഒന്നും പറയാം. അയ്യോ, ഫിറ്റായിരുന്നു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ കയറിയ ഫീലൊന്നും അല്ല, ഒരു വല്ലാത്തൊരനുഭവം. അവിടെ
ഇവിടുത്തെ വിഗ്രഹം തന്നെ CCTV അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്കാർ വന്ന് തൊഴുവല്ലേ ചെയ്യുന്നത്, ആൾക്കാർ വന്ന് വിഗ്രഹത്തിന്റെ ഫോട്ടോ എടുത്തോണ്ട് പോകും, ഇനി വീട്ടിൽ കൊണ്ടുവച്ച് തൊഴുവാന്നുള്ള രീതിയിൽ പൈസ ചോദിച്ചു മേടിക്കുന്നത്. അതെ അതെ, അത് മാത്രമല്ല നമ്മളെ കുറിച്ചിട്ട് മുതൂത്ത് 2 ഇടിയല്ലേ, അനുഗ്രഹം തന്നെയാണ്. എന്നിട്ട് 2 അടിയും തന്നിട്ട് നമ്മുടെ അടുത്ത് പൈസ കേൾക്കുന്നു, അടിച്ചതിന് പൈസ കൊടുക്കേ. അയ്യോ, എന്തായാലും വല്ലാത്തൊരു അനുഭവമായിപ്പോയി. ഇവിടുത്തെ ആചാരം അങ്ങനെ ആയിരിക്കാം, നമുക്ക് അറിയില്ല. എന്തായാലും നമുക്കിതൊരു പുതിയ അനുഭവം. കളിയാക്കിയല്ല, നമ്മളിവിടുത്തെ നടന്ന കാര്യം പറഞ്ഞ അല്ല, നമുക്കിത് കണ്ടിട്ട് ഒരു ആചാരം എന്നുള്ള രീതിയിലാണെന്ന് തോന്നി. കാരണം ആൾക്കാരുടെ അടുത്ത് ദേഷിച്ച് അങ്ങോട്ട് പൈസ കേൾക്കുന്നു, പൈസ ഇല്ലെങ്കിൽ പൊയ്ക്കോളാൻ പറയും. പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തിനു വന്നേന്നൊക്കെ രീതിയിലാണ് ചോദിച്ചത്. അത് തന്നെ. അതല്ല, ഓരോരോ കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ച് കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. ഓരോരുത്തരെ അങ്ങോട്ട് കയറ്റി വിടുക, കയറി ചെന്നാൽ അവിടെ പൈസ ഇട്ടോണം, തൊഴുതോണം, പോയിക്കോണം. അടി കിട്ടിയത് നന്നായിട്ട് വേദനിക്കുകയും ചെയ്തു. ഇത്രയും കളിക്കറി അടി വാങ്ങിക്കാനാണോ? അതെ അതെ, നമുക്ക് ഭക്തി ഇവിടെ തോന്നുന്നില്ല. അതെ, ഇവിടെ നന്നായിട്ട് ഭക്തിയായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. എനിക്കും തോന്നിയില്ല. നമ്മളെന്തോരം അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു അനുഭവം ഇതാദ്യം. തൂങ്ങുന്നതിൽ പോയില്ലേ? അതെ, അവിടെയൊക്കെ എന്ത് മര്യാദയല്ലേ. അവിടെ പക്ഷെ അമ്പലം തുറന്നിട്ടില്ലായിരുന്നു, എങ്കിലും അല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ. അവിടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. നമ്മൾ വെച്ചിട്ട് മാറിയാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു, അത് വേറെ കാര്യം. ബാക്കിയുള്ളവരും അകത്ത് നിന്ന് സെൽഫി എടുപ്പായിരുന്നല്ലേ. ഫ്രണ്ടിൽ കയറി ഇരുന്ന് പോസ് ചെയ്ത് നടരാജ് പോസൊക്കെ ചെയ്ത്. നമ്മൾ പക്ഷെ അങ്ങനെ ഇല്ല, നമ്മൾ പുറത്ത് നിന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പക്ഷേ അവിടെയൊക്കെ നമ്മൾ അത്രയും ഹൈറ്റ് കയറി ചെന്നാലും നമുക്കൊരു ഫീലുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെയില്ല, ഇവിടെ പക്ക ബിസിനസ് എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമുക്ക് കുറിയണക്കൊരു സാധനം കിട്ടുന്നത് കേട്ടോ, പെയിൻറ്റ് പോലെ ഇരിക്കുന്നത്, കയ്യിലൊക്കെ പറ്റിയിട്ട് പോകുന്നില്ല. നമ്മുടെ അവിടെയൊക്കെ നല്ല ചന്ദനമല്ലേ നെറ്റിയിലിടാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഭസ്മം. ഇത് രണ്ടുമല്ല, പെയിൻറ്റ് പോലൊരു സാധനം. എന്തായാലും നമ്മളിവിടെ തിരിച്ചിറങ്ങാം കേട്ടോ, നല്ല മഴക്കോളുണ്ട്. ഇനി ഇന്ന് നൈറ്റ് ഇവിടെ നമ്മൾ ഡൽഹിയിലേക്ക് പോകും കേട്ടോ. നൈറ്റ് 11:30 ട്രെയിൻ. അതുവരെ നമ്മളിവിടെയൊക്കെ കറങ്ങി നടക്കും, കാണാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണും. ഗംഗാരതി കാണാൻ. അതെ അതെ, വൈകിട്ട് ഗംഗാരതി കാണാൻ പോകണമെന്നൊരു പ്ലാനുണ്ട്. മഴയാണെങ്കിൽ മൊത്തം സീനാവും.